ഞാനിന്ന് എൻ്റെ വീട്ടിലോട്ട് പോയി കേട്ടോ. അപ്പോൾ അമ്മ ഓടിപ്പോയിട്ട് ചിക്കനും ബിരിയാണിക്ക് വേണ്ട അരിയൊക്കെ വാങ്ങിച്ചു തരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അപ്പൂനും കൂടി അവിടെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനും ആൻറ്റീൻ്റെ മോനും കൂടി ആയിരുന്നു കടയിലോട്ട് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവൻ വന്നിട്ട് 2-3 ദിവസമായി. അപ്പം അങ്ങനെ അവന് ഞാനും കൂടി കടയിലോട്ട് പോയി. എൻ്റെ നാട്ടിൽ വന്ന് നടക്കൊന്നും ഇങ്ങനെ ചുറ്റിക്കറങ്ങിയില്ലെങ്കിൽ ഒരു സമാധാനം കിട്ടില്ല. അങ്ങനെ വീട്ടിലോട്ട് സാധനമൊക്കെ വാങ്ങിയിട്ട് പോവുകയാണ്. അപ്പോൾ പോകുന്ന വഴിക്ക് തന്നെ ആൻറ്റീനെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു നല്ല വിശപ്പുണ്ട്, വേഗം എന്തെങ്കിലും വെറൈറ്റി ആയിട്ട് തിന്നാനാക്കി വെച്ചോന്നും കൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ നടന്ന് വീട്ടിലോട്ട് എത്തി. അപ്പോഴത്തേക്കും കണ്ടപ്പോൾ പഴംപൊരി ആയിരുന്നു ആക്കിയിട്ടുണ്ടായിരുന്നെന്ന് പറഞ്ഞു. ഞാൻ പഴംപൊരിയാണോ നിൻ്റെ വെറൈറ്റി എന്ന് ചോദിച്ചപ്പോൾ സത്യത്തിൽ വെറൈറ്റി ആയിരുന്നു. കാരണം നല്ല വട്ടത്തിലായിരുന്നു പഴംപൊരി ആക്കിയിട്ടുണ്ടായിരുന്നു. അവളെപ്പോഴും നീളത്തിലായിരുന്നു കഴിച്ചുകൊണ്ടിരുന്നത്. അതിൻ്റെ അകത്തൊരു പ്രത്യേക ഒരു വെറൈറ്റി ടേസ്റ്റൊക്കെ ഒന്നായിരുന്നു, എങ്കിലും വെറൈറ്റി ആയിരുന്നു. അപ്പം അങ്ങനെ നേരെ ചിക്കൻ ബിരിയാണി ആക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. അപ്പം അമ്മയാണ് ഇവിടെ വന്നു കഴിഞ്ഞാൽ എല്ലാം ആക്കി തരുന്നത്. ഒരു ഗ്ലാസ് പച്ചവെള്ളം പോലും അമ്മയാണ് എടുത്തു തരാറുള്ളത്. ഇവിടെ വന്നാൽ ഞാൻ ഒന്നും എടുത്ത് കഴിക്കാറില്ല, എല്ലാം അമ്മ മുന്നിൽ കൊണ്ടുവച്ചെടുത്താണ്. അപ്പം ഇന്ന് വീഡിയോ എടുക്കുന്നതുകൊണ്ട് തന്നെ അനിയൻ എടുത്തു തരാനുള്ളത് കൊണ്ട് തന്നെ ഞാൻ പറഞ്ഞു ഞാൻ ആക്കിക്കോളാം ബിരിയാണി. ഇന്ന് നിങ്ങൾ എല്ലാവരും റെസ്റ്റ് എടുത്തോ, അവരോടുള്ള സ്നേഹം കൊണ്ടല്ല കേട്ടോ, വീഡിയോ എടുക്കേണ്ടതുകൊണ്ട് മാത്രമാണ്. അപ്പം ഇതാ ചിക്കനൊക്കെ കഴുകി വൃത്തിയാക്കി അതിലോട്ട് വേണ്ട മസാലപ്പൊടികളൊക്കെ ചേർക്കുകയാണ്. അപ്പം ഇത് വേവിക്കുകയാണ് ഫസ്റ്റ് വേണ്ടത്. അപ്പോൾ മഞ്ഞൾപ്പൊടിയും ഉപ്പും കുരുമുളക് പൊടിയും മാത്രം ഇട്ട് വേവിച്ചാൽ മതി. ആവശ്യത്തിന് ഞാൻ മുളക് പൊടിയും കൂടി ഇട്ടിട്ടുണ്ട്. നമുക്ക് വേവിച്ചതിന് ശേഷം പൊരിച്ചെടുക്കേണ്ടതാണ്. അപ്പം അങ്ങനെ ഇതാ വെള്ളമൊക്കെ ഒഴിച്ച് നമ്മൾ കുക്കറിൽ സെറ്റ് ചെയ്ത് വേവിച്ചെടുക്കുന്നുണ്ട് ചിക്കൻ. നമുക്ക് വേണ്ട ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ആക്കി വെക്കാം. അങ്ങനെ ഇതാ അരി കഴുകി എടുക്കാൻ വേണ്ടി തന്നെ 1 കിലോ അരിയാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കുറച്ച് 1/2 കിലോ അരിയോളം ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ 1/2 കിലോ മാത്രമേ ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതും കൂടി ഇതാ വെള്ളമൊക്കെ ഒഴിച്ച് നല്ല വൃത്തിയാക്കി കഴുകി എടുക്കുന്നുണ്ട്. അപ്പം അരിയും കഴുകി ഞാൻ വാർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ആ സമയം കൊണ്ട് നമുക്ക് തൈരും കൂടി ആക്കി വെക്കാം. അപ്പോൾ തൈരിന് വേണ്ട തക്കാളിയും ക്യാരറ്റും ഉള്ളിയും ഒക്കെ എടുത്ത് മുറിച്ച് നല്ല വൃത്തിക്ക് ഞാൻ ആക്കുന്നുണ്ട്. എനിക്ക് കഴിച്ച് കഴിഞ്ഞിട്ട് എങ്ങനെയാണെന്ന് പറയാം കേട്ടോ. അപ്പോൾ ഇതങ്ങനെ തക്കാളിയൊക്കെ കുനുകുനാന്ന് ഞാൻ അരിഞ്ഞെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ഒന്ന് റെഡിയാക്കി വരുന്ന സമയം കൊണ്ട് നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ കൂട്ടുകാരെ. അപ്പോൾ പാട്ടൊക്കെ പാടി അവനോടും കുറച്ച് കൊച്ചു വർത്താനമൊക്കെ പറഞ്ഞുകൊണ്ട് ഇതാ ഞാനിങ്ങനെ ഓരോന്നായി അരിഞ്ഞെടുക്കുന്നുണ്ട്. അപ്പം അടുത്തതായിട്ട് ഞാൻ ക്യാരറ്റാണ് അരിയുന്നുണ്ടായത്. കക്കിരിക്ക ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് തന്നെ കക്കിരിക്ക എടുത്തിട്ടില്ല. അപ്പം കക്കിരിക്ക ഉള്ളവർ കക്കിരിക്കും കൂടി ചേർക്കാട്ടോ തൈരിൽ. അപ്പം അങ്ങനെ ക്യാരറ്റ് ഏകദേശം അരിഞ്ഞിട്ടിട്ടുണ്ട്. ഇനി പച്ചമുളകാണ്, അതും കൂടി കുഞ്ഞായി അരിഞ്ഞിട്ടിട്ടുണ്ട്. അപ്പം ഞാൻ ഉള്ളി ഇടാൻ മറന്നുപോയി. അപ്പോൾ ഇതാ കറിവേപ്പില ഉള്ളിയും കൂടി എടുത്തിട്ട് വരുന്നുണ്ട്. തൈര് ഒഴിച്ചതിന് ശേഷമാണ് ഞാൻ ഉള്ളി ഇടുന്നത് കേട്ടോ. ഉള്ളി ഞാൻ നേരത്തെ ഇടാൻ വിട്ടുപോയിട്ടുണ്ടായിരുന്നു. തൈര് ഇട്ടതിന് ശേഷം എന്നോട് അനിയൻ പറഞ്ഞു ഒരു കാര്യം കൂടി മറന്നുപോയി. അപ്പോൾ അതും കൂടി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഉള്ളിയും കഴുകി വൃത്തിയാക്കി അരിഞ്ഞെടുക്കുന്നുണ്ട്. അതും കൂടി ചേർത്ത് നന്നായി ഇളക്കിയിട്ട് ഉപ്പും കൂടി ഇടിച്ച് നമ്മൾ ഫ്രിഡ്ജിലോട്ട് തന്നെ കയറ്റി വെക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ബിരിയാണിയൊക്കെ ആയതിന് ശേഷമാണല്ലോ തൈര് വേണ്ടു. നേരത്തെ ഒന്ന് സെറ്റാക്കി വെച്ചതേ ഉള്ളൂ. ആ സമയം കൊണ്ട് ഉച്ചയ്ക്ക് ഇവർ ചിക്കൻ തട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിന് അവൻ മയോണീസൊക്കെ ആക്കി കൂട്ടിയതിൻ്റെ ബാക്കി ഉണ്ടായിരുന്നു. അപ്പോൾ അതും കൂടി ഞാൻ വന്നപ്പോൾ അതൊക്കെ ആവുന്ന സമയം കൊണ്ട് അവൻ്റെ കൂടെ ഇരുന്നിട്ട് അതും കൂടി കഴിച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ചിക്കൻ വെന്തോ നോക്കുന്നുണ്ട്. അപ്പോൾ ഏകദേശം നമ്മൾ ചിക്കൻ നന്നായി വെന്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ചിക്കൻ്റെ വെള്ളം നമുക്ക് ബിരിയാണി ആക്കാൻ വേണം. അപ്പം മുളക് പൊടി അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഇടണമെന്നില്ല, കാരണം ബിരിയാണി അപ്പോൾ നല്ല റെഡ് കളറായിപ്പോവും. അപ്പം ഞാൻ നേരത്തെ മുളക് പൊടി ഇട്ടതുകൊണ്ട് തന്നെ പിന്നെ ഒന്നും ചെയ്യാൻ കഴിയില്ലല്ലോ. അങ്ങനെ ഇതാ അരി വറക്കാൻ വേണ്ടിയിട്ട് ചട്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു ഉരുളിയാണ്. അപ്പോൾ അതിലോട്ട് നെയ്യും കൂടി ഒഴിക്കുന്നുണ്ട്. അപ്പോൾ നെയ്യ് കഴിഞ്ഞും തോന്നുന്നു അതിൻ്റെ അകത്ത്. അപ്പോൾ ഞാൻ കുറച്ചും കൂടി ചൂടാക്കിയിട്ട് അതിൽ ഒന്നും കൂടി ഒഴിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ അതിലോട്ട് ഏലക്കായും പട്ടയും കറാമ്പും ഒക്കെ ചേർക്കുന്നുണ്ട്. അപ്പോൾ അതൊന്ന് മൂപ്പിച്ചതിന് ശേഷം നമുക്ക് അരി ഒന്ന് നല്ല രീതിയിൽ വറുത്തെടുക്കണം. അപ്പോൾ ഇതാ അങ്ങനെ അരിയും കൂടി ഇട്ടിട്ടുണ്ട്. അപ്പോൾ അരി നല്ല വറുത്ത് വരുമ്പോൾ നല്ലൊരു മണം വരും. ആ സമയത്താണ് നമുക്കിതിലോട്ട് ചൂടാക്കി വെച്ച വെള്ളവും പിന്നെ ചിക്കൻ വേവിച്ച വെള്ളവും കൂടി ഇതിലോട്ട് ഒഴിക്കേണ്ടത്. അപ്പോൾ അതിലോട്ട് ഞാൻ കുറച്ച് മസാലപ്പൊടിയും കൂടി ചേർക്കുന്നുണ്ട്. ബിരിയാണി മസാലപ്പൊടിയാണ് ചേർക്കുന്നത്. അപ്പോൾ അതും കൂടി ചേർത്തതിന് ശേഷം ചിക്കൻ നന്നായിട്ട് ഊറ്റിയിട്ട് ആ വെള്ളം എടുത്ത് വെക്കുന്നുണ്ട്. അപ്പോൾ നമുക്കത് ബിരിയാണിയിലോട്ട് ഒഴിക്കാൻ വേണ്ടിയിട്ടാണ്. മുളക് പൊടി ഇട്ടുകൊണ്ടാണ് ആ റെഡ് കളറായത്, അല്ലെങ്കിൽ ഒരു നല്ലൊരു മഞ്ഞ കളറാണ് ഉണ്ടാവുക.
അപ്പം അതും കൂടി ഒഴിച്ച് നേരത്തെ തിളപ്പിച്ച് വെച്ചാൽ ചൂടുവെള്ളം കൂടി ഒഴിച്ചിട്ടുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തതിന് ശേഷം നമുക്കതൊന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. അപ്പം അത് വേവുന്ന സമയം കൊണ്ട് തന്നെ നമുക്ക് നേരത്തെ വേവിച്ച് വെച്ച ചിക്കൻ പൊരിച്ചെടുക്കേണ്ടതുണ്ട്. അപ്പോൾ അങ്ങനെ വേവിച്ചതിന് ശേഷം പൊരിക്കുമ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് പൊരിഞ്ഞ് കിട്ടും. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത്. അപ്പം അതിലോട്ട് കുറച്ച് ചിക്കൻ മസാലയും കുരുമുളകും തൈരും ഒക്കെ ചേർത്ത് ആവശ്യത്തിന് ഉപ്പും മുളകും ഒക്കെ നേരത്തെ ചേർത്തത് കൊണ്ട് തന്നെ അതൊന്നും പിന്നീട് ചേർത്തിട്ടുണ്ടായിരുന്നില്ല. അതൊക്കെ ചേർത്ത് നന്നായി എണ്ണ ചൂടാൻ ശേഷം എണ്ണയിലോട്ട് ഇട്ടിട്ടുണ്ട്. അപ്പം അങ്ങനെ വറുത്ത് കോരി എടുക്കാം നമുക്കെല്ലാം. ആ വറുത്ത് കോരി എടുത്ത് അതേ എണ്ണയിലേക്ക് തന്നെയാണ് നമ്മൾ ഈ ഉള്ളിയും തക്കാളിയും കൂടി മസാലയൊക്കെ വേണിച്ചത് വാട്ടിയെടുക്കുന്നത്. അപ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ അതിലോട്ട് തന്നെ നമ്മളിത് ആ ഉള്ളിയും തക്കാളിയും ഇഞ്ചി വെളുത്തുള്ളിയും ഒക്കെ ചേർത്തിട്ടുണ്ട്. അപ്പോൾ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർക്കുന്നുണ്ട്. ഉപ്പ് ചേർത്താൽ പെട്ടെന്ന് വാടിക്കിട്ടെന്നും പറയുന്നത് കേൾക്കാമല്ലോ. അപ്പോൾ അതും കൂടി ചേർത്തിട്ടുണ്ട്. ആ സമയം കൊണ്ട് എന്താ നമ്മൾ ചിക്കനൊക്കെ നല്ല രീതിയിൽ പൊരിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ മസാലയും ഏകദേശം റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം ഇതിലോട്ട് നമുക്ക് ഇനി വേവിച്ച് പൊരിച്ച് വെച്ച ചിക്കനും കൂടി ചേർത്ത് കൊടുക്കണം. എന്നിട്ട് നന്നായി ഇളക്കിയിട്ട് കുറച്ച് നേരം അതിൽ കിടന്ന് വേവണം. ചിക്കൻ ഒരിക്കലും കൂടി മസാലയൊക്കെ നന്നായി ചിക്കനിലോട്ട് ഇറങ്ങി പിടിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം അങ്ങനെ നമ്മളെ ബിരിയാണി ഇവിടെ ആയിട്ടുണ്ട്. നെയ്ച്ചോറ് ആയിട്ട് നമുക്കിതൊന്ന് ദം ചെയ്യാൻ വേണ്ടിച്ച് മിക്സ് ആക്കി ഒന്ന് വെക്കാനുണ്ട് കേട്ടോ. അതും കൂടി ആയിക്കഴിഞ്ഞാൽ നമ്മൾ ബിരിയാണി സെറ്റായി. ഇതാ ഞാൻ റെഡ് മുളക് പൊടിയും കൂടി ഇട്ടുകൊണ്ടാണ് ഈ ഒരു റെഡ് കളറായിട്ടുള്ളത് ചോറ്. അപ്പം അങ്ങനെ ചോറ് നമ്മൾ നേരെ ഒരു പാത്രത്തിലോട്ട് കുറേശ്ശെ ഇട്ട് കൊടുക്കുകയാണ്. അപ്പം അതിൻ്റെ മുകളിൽ ചിക്കനും കൂടി വെച്ച് പിന്നെ ഒരു ലെയർ ചോറും കൂടി ഇട്ട് അങ്ങനെ നമുക്ക് സെറ്റാക്കാനാണ് ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പം അതുപോലെ ചോറ് ഫസ്റ്റ് മുകളിൽ ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം അതിന് ശേഷം അതുപോലെ നടുക്കന്നെ ചിക്കനും കൂടി മസാല അടക്കം വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിൻ്റെ മുകളിൽ ഒരു ലെയറും കൂടി ചോറ് വയ്ക്കുന്നുണ്ട്. അങ്ങനെ കുറേശ്ശെ ആക്കാൻ മൊത്തം ആക്കിയിട്ട് വെറുതെ മോശമായാലോ പിന്നെ ബാക്കി വന്നാലെന്ന് എഴുതിയിട്ടാണ് ഞാൻ കുറേശ്ശെ ആക്കി എടുക്കുന്നത്. അങ്ങനെ ഏകദേശം നമ്മളെ ബിരിയാണി ആയി വരുന്നുണ്ട്. അപ്പം ഇതാണ് എൻ്റെ തട്ടിക്കുട്ടി ഒരു ബിരിയാണി. അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഒരു വീഡിയോ. ഇതുപോലെ ഒരു അടിപൊളി ബിരിയാണി നിങ്ങളും കൂടി ഒന്ന് ആക്കി നോക്കണം കേട്ടോ. അപ്പോഴാണ് നമ്മൾ ബിരിയാണി ആക്കി കഴിയുമ്പോഴാണ് നമുക്ക് പ്രതീക്ഷിക്കാണ്ട് ഒരു ഗസ്റ്റും കൂടി വന്നിട്ടുണ്ടായിരുന്നത്. അപ്പം ആൻറ്റീൻ്റെ ഭർത്താവും കുറച്ച് ബന്ധുക്കളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ ബിരിയാണി ആക്കിയത് എന്തായാലും വേസ്റ്റ് ആയില്ല. അവരും കൂടി ഉണ്ടായിരുന്നു. അപ്പം എല്ലാവരും കൂടി എൻ്റെ ബിരിയാണി നിന്ന് പുകഴ്ത്തി പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പം അത്രയല്ല ഇന്നത്തെ ഒരു വീഡിയോ.